നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമുക്ക് DRCയിലേക്കുള്ള വിസ കിട്ടി കേട്ടോ. അങ്ങനെ ഇന്ന് ഞാൻ യാത്രയാവുകയാണ്. അപ്പം DRC എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഉള്ള യാത്രയിലാണ്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നാണ് രാജ്യത്തിൻ്റെ പേര്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള വിസ കിട്ടിയത്. എനിക്ക് വിസ കിട്ടിയതിൻ്റെ പ്രൊസീജിയർ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ആക്ച്വലി എനിക്ക് വിസ കിട്ടിയത് ഇവിടെ തൊട്ടടുത്ത് തന്നെ എംബസി ഉണ്ട് കേട്ടോ. നമ്മൾ എംബസിയിൽ പോയിട്ട് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്തിട്ടാണ് എനിക്ക് വിസയുടെ കാര്യങ്ങളൊക്കെ ശരിയായത് കേട്ടോ. അപ്പോൾ നമുക്ക് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ ആദ്യമേ നമുക്ക് ഇൻവിറ്റേഷൻ ലെറ്റർ ആവശ്യമാണ്. വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇതാണ് ഇൻവിറ്റേഷൻ ലെറ്റർ എന്ന് പറയുന്നത്. ഇൻവിറ്റേഷൻ ലെറ്റർ ഇപ്പം DRCയിൽ നമുക്കൊരു ആൾ കാണുമായിരിക്കുമല്ലോ, നമ്മളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ആവശ്യത്തിന് വേണ്ടി പോകുന്നതായിരിക്കുമല്ലോ. അപ്പോൾ ആ രാജ്യത്തുള്ള അദ്ദേഹം നമുക്ക് വേണ്ടി ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ തയ്യാറാക്കുകയും അത് ലീഗലൈസ് ചെയ്യുക എന്ന് പറയും കേട്ടോ. ലീഗലൈസ് ചെയ്യുന്നത് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടി കുറേ പേപ്പർ വർക്കുകളൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ ഇൻവിറ്റേഷൻ ലെറ്റർ. അപ്പോൾ ഈ ഇൻവിറ്റേഷൻ ലെറ്ററിന് വേണ്ടി നമ്മൾ $150 കൊടുക്കേണ്ടി വന്നു. അപ്പം ഇത് ലീഗലൈസ് ചെയ്യുക എന്ന് പറയും. ഇത് അവിടെയുള്ള നമുക്ക് വേണ്ടി നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള പുള്ളി അവിടെ ചെന്ന് അവരൊരു ഇൻവിറ്റേഷൻ ലെറ്റർ തയ്യാറാക്കുകയും അവിടുത്തെ ഗവൺമെൻറ്റിൽ പോയി സബ്മിറ്റ് ചെയ്തിട്ട് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി സബ്മിറ്റ് അങ്ങോട്ട് ചെയ്തിട്ട് അതിന് ശേഷം ഈ ഫോമൊക്കെ ഫില്ല് ചെയ്യണം കേട്ടോ. അതായത് ആരാണ് അവിടുത്തെ നമ്മളെ സ്വീകരിക്കുന്ന ആൾ, പിന്നെ അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ്. ഇത് മിക്കത് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഫ്രഞ്ചാണ് കേട്ടോ. ഫ്രഞ്ചിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് വായിക്കാനായിട്ട് അറിയത്തില്ല. എന്തായാലും കുറേ സീലുകളും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ടാണ് ലീഗലൈസ്ഡ് ആയിട്ടുള്ള ഇതിനകത്തും കുറേ സീലുകളും കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. ഇതാണ് വാലിഡ് ആയിട്ടുള്ള ഇൻവിറ്റേഷൻ ലെറ്റർ. ഇത്ര പ്രിപ്പയർ ചെയ്ത് കൊടുക്കുമ്പം അവർ സീലൊക്കെ ഇട്ട് കുറേ സൈനും സിഗ്നേച്ചറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം ലീഗലൈസ്ഡ് നമുക്ക് നൽകുന്ന ഇൻവിറ്റേഷൻ ലെറ്ററാണ്. അങ്ങനെ ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടിയതിന് ശേഷം ഈ ഇൻവിറ്റേഷൻ ലെറ്ററും ഈ ലീഗലൈസ്ഡ് അതിൻ്റെ ആ ഫോമും പിന്നെ നമ്മുടെ പാസ്പോർട്ടുമായിട്ട് നമ്മൾ ഇവിടുത്തെ പിന്നെ 2 ഫോട്ടോഗ്രാഫ് ഇതൊക്കെയായിട്ട് നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ള DRCയുടെ എംബസിയിൽ നമ്മൾ പോകണം. DRCയുടെ എംബസിയിൽ നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ ഇത് $135 തൊട്ട് $150 വരെ ആയിരിക്കും അതിൻ്റെ എക്സ്പെൻസ് വരുന്നത് കേട്ടോ. ഈ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ടുള്ള എക്സ്പെൻസ് വരുന്നത്. അവിടെ ഒരു ഫോമുണ്ട്. ആ ഫോം ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ആ ഫോം ഞാൻ കാണിക്കാം. ഇതാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഫോം കേട്ടോ. ഈ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഇതിനോടൊപ്പം ഈ ഫോമിനോടൊപ്പം നമ്മൾ ഈ ഇൻവിറ്റേഷൻ ലെറ്റർ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ പേപ്പർ ലീഗലൈസ്ഡ് ആക്കാനായിട്ട് ഉപയോഗിച്ച പേപ്പർ പിന്നെ നമ്മുടെ പാസ്പോർട്ട് അവിടെ കൊടുക്കണം കേട്ടോ. അത് കണ്ടോ, നോക്ക്, ഇതാണ് അതിൻ്റെ വിസ കാര്യങ്ങളും ഒക്കെ നമുക്ക് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്ന് തൊട്ടാണ് എനിക്ക് ഡിസംബർ 4 തീയതി തൊട്ടുള്ള പെർമിഷനാണ് എനിക്ക് തന്നിരിക്കുന്നത്, 1 മാസത്തേനുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നത് ആദ്യമേ ചെല്ലുന്നവർക്ക് ഒരു സിംഗിൾ എൻട്രി മാത്രമേ അവൈലബിൾ ഉള്ളെന്ന് തോന്നുന്നു. പിന്നീട് വീണ്ടും യാത്രകൾ ചെയ്യുമ്പോഴത്തേക്കിനും മൾട്ടിപ്പിൾ എൻട്രി നമുക്ക് അവൈലബിൾ ആകുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പ്രൊസീജിയർ. അതിനുശേഷം മോസ്റ്റ് പ്രോബബ്ലി അന്ന് തന്നെ കിട്ടാനാണ് സാധ്യത. കാരണം എനിക്ക് ആ ദിവസം തന്നെ വിസ അപ്രൂവ് ആയിട്ട് എനിക്ക് കിട്ടി കേട്ടോ. നമ്മുടെ പാസ്പോർട്ടിനകത്ത് നമുക്ക് അവർ വിസ അപ്രൂവ് ആവുകയാണെങ്കിൽ വിസ നമുക്ക് അടിച്ചു തരും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാം. അപ്പം ഈ ദിവസങ്ങളിൽ, അതായത് ഡിസംബർ 4 തീയതി തൊട്ട് 30 ദിവസത്തേക്കിന് എപ്പോൾ വേണമെങ്കിലും എനിക്ക് യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ കുറച്ച് മാനദണ്ഡങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റാ. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നറിയപ്പെടുന്ന രാജ്യം ശിലായുഗത്തിൻ്റെ പകുതി മുതൽക്ക് തന്നെ ജനവാസ മേഖലയായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. ധാരാളം മൂലക സമൃദ്ധമായിരുന്ന രാജ്യമായിരുന്നതിനാൽ 1800 ശേഷം ബെൽജിയം രാജാവായ ലിയോപോൾഡ് II എന്നറിയപ്പെടുന്ന അദ്ദേഹം കടന്നു വരികയും ഈ രാജ്യത്തെ കോളനൈസ് ചെയ്യുകയും ചെയ്തു. നിർബന്ധിത ജോലി എടുപ്പിച്ചും ധാരാളം പേരെ കൊന്നൊടുക്കിയും ഒത്തിരി പേർക്ക് അസുഖങ്ങൾ ബാധിച്ചും ജനസംഖ്യ 10 മില്യണോളം എത്തുവാനിടയായി തീർന്നു. 1960 ജൂൺ 30 പാട്രിസ് ലുമുംബ എന്നറിയപ്പെടുന്ന മനുഷ്യൻ്റെ നേതൃത്വത്തിലുള്ള ധാരാളം ആളുകളുടെ കഠിനാധ്വാനത്തോടു കൂടിയാണ് ഈ രാജ്യം സ്വാതന്ത്ര്യം നേടുവാനിടയായി തീർന്നത്. ഇന്ന് ഈ രാജ്യത്ത് ഏകദേശം 26ഓളം പ്രൊവിൻസുകളാണ് കാണുവാനിടയായിത്തീരുന്നത്. പ്രധാനമായും ഈ രാജ്യത്തെ വരുമാനം എന്നറിയപ്പെടുന്നത്
കൃഷിയും അതുപോലെ തന്നെ മത്സ്യബന്ധനവുമൊക്കെയാണ്. ധാരാളം പുഴകളാൽ സമ്പൽ സമൃദ്ധമായ രാജ്യം കൂടിയാണ് ഈ രാജ്യം. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഈ രാജ്യം വളരെ സാമ്പത്തികമായ ഉന്നമനത്തിലായിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം വെള്ളക്കാരെ പിൻവലിക്കുകയും ഈ രാജ്യത്തെ വ്യാവസായിക കുതിപ്പ് നിലയ്ക്കുകയും ചെയ്തു. ധാരാളം മൂലകസമൃദ്ധമായ രാജ്യമായിരുന്നിട്ട് കൂടി ഇന്നും ഈ രാജ്യത്തിന് അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ഗുണങ്ങളുമില്ല എന്നുള്ളത് സങ്കടകരമായ മറ്റൊരു കാര്യമാണ്. മറ്റുള്ള പല രാജ്യങ്ങളും ഇന്നിവിടെ വ്യാവസായിക അടിസ്ഥാനത്തിൽ അവരുടെ സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുവെന്നുള്ള വാർത്തയും ഇവിടെ നിന്ന് വരുന്നു. വ്യാവസായിക ഉന്നമനമില്ലാത്തതിനാൽ ഈ രാജ്യം ഇന്ന് സാമ്പത്തികമായി വളരെ പരാധീനത അനുഭവിക്കുന്ന ഒരു രാജ്യമായി കണക്കാക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഈ രാജ്യം ജനാധിപത്യത്തിന് ഊന്നൽ കൊടുക്കുകയും 5 വർഷത്തിലൊരിക്കൽ തിരഞ്ഞെടുപ്പ് വയ്ക്കുകയും അതിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്ക് ഭരിക്കുവാനുള്ള അവസരം കൊടുക്കുകയും ചെയ്യും. പ്രധാനമായും 2 കാലാവസ്ഥകളാണ് ഇവിടെ ഉള്ളത്. ഏകദേശം സെപ്റ്റംബർ മുതൽ മെയ് 15 വരെയുള്ള മഴക്കാലവും മെയ് 16 മുതൽ ഏകദേശം ഓഗസ്റ്റിൻ്റെ അവസാനം വരെയുള്ള വേനൽക്കാലമായും ഇവിടെ കണക്കാക്കപ്പെടുന്നു. ശീതകാല യുദ്ധത്തിന് ഇരകളാക്കപ്പെട്ട ഈ രാജ്യം ഏതാണ്ട് 2003 മാത്രമാണ് യുദ്ധത്തിൽ നിന്നും പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യം ലഭിക്കുവാനിടയായിത്തീർന്നത്. എങ്കിലും ഇന്നും ധാരാളം പ്രശ്നങ്ങൾ, അതായത് സാമ്പത്തികമായും മനുഷ്യാവകാശ ലംഘനങ്ങളായും ധാരാളം പ്രശ്നങ്ങൾ ഈ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ യാത്ര ഈ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ കിൻഷാസയിലേക്കാണ്. അപ്പോൾ തുടർന്നുള്ള കാഴ്ചകൾ നമുക്ക് അവിടെ കാണാം. പ്രധാനമായിട്ടും 4 ഭാഷകളാണ് ഇവിടെ സംസാരിക്കപ്പെടുന്നത്. ലിംഗാല, കിക്കോങ്കോ, സ്വഹീലി, ചിലൂബ തുടങ്ങിയ ഭാഷകളാണ്. അപ്പോൾ തന്നെ 742ഓളം ഭാഷാ വകഭേദങ്ങളുമുണ്ട്. എന്നിരിക്കെ തന്നെ ഫ്രഞ്ചാണ് ഇവിടുത്തെ ഔദ്യോഗിക ഭാഷയായി കണക്കാക്കപ്പെടുന്നത്.